മതമൈത്രിയും സാഹോദര്യവും വിളംബരം ചെയ്യുന്ന ബി.പി. അങ്ങാടി നേർച്ചയുടെ ചടങ്ങുകൾക്ക് തുടക്കം. ഇന്ന് രാവിലെ നേർച്ച മൈതാനിയിൽ ബാൻഡ് കലാകാരന്മാരുടെ അരങ്ങേറ്റം നടന്നു. നേർച്ച പ്രമാണിച്ച് ജാതിമതഭേദമന്യേ ഒട്ടേറെ ആളുകളാണ് യാഹും തങ്ങൾ ജാറത്തിലെത്തുന്നത്. മസൂരിപ്പഴം, അരി, ചന്ദനത്തിരി തുടങ്ങിയ വഴിപാടുകൾ സമർപ്പിച്ചാണ് ആളുകൾ മടങ്ങുന്നത്. എല്ലാവർക്കും അനുഗ്രഹത്തിനായി ജാറത്തിൽ നിന്ന് ഇവ സമ്മാനിക്കുന്നുമുണ്ട്. ഉച്ചയ്ക്ക് 12 മണിയോടെ തലക്കാട് മത്സ്യ മാർക്കറ്റ് പരിസരത്ത് നിന്ന് കഞ്ഞിക്കാരുടെ വരവ് പുറപ്പെടും. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ചുമടേന്തി അരിച്ചാക്കുകൾ നേർച്ച നഗരിയിൽ എത്തിക്കുന്നതാണ് കഞ്ഞിക്കാരുടെ വരവ്. തുടർന്ന് അരി ഉപയോഗിച്ച് കഞ്ഞി പാചകം ചെയ്ത് വിതരണം ചെയ്യും. വൈകിട്ട് തിരൂർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ആരംഭിക്കുന്ന കൊടിയേറ്റ ഘോഷയാത്ര ബി.പി. അങ്ങാടിയിൽ എത്തുന്നതോടെയാണ് ഔദ്യോഗികമായി നേർച്ചയ്ക്ക് തുടക്കമാവുക. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ. ഗജവീരന്മാരുടെയും കലാരൂപങ്ങളുടെയും വാദ്യാഘോഷത്തിന്റെയും അകമ്പടിയോടെയുള്ള കൊടിയേറ്റ് ജാഥയ്ക്കുള്ള പതാക തിരൂർ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഡിവൈഎസ്പിയിൽ നിന്നാണ് നേർച്ച കമ്മിറ്റി ഭാരവാഹികൾ ഏറ്റുവാങ്ങുക. 10 ആനകളുടെ അകമ്പടിയോടെയാണ് ഇത്തവണത്തെ ജാഥ നടക്കുക. 3 ദിവസങ്ങളിലായി വിവിധ ദേശങ്ങളിൽ നിന്നുള്ള പെട്ടിവരവുകൾക്കൊപ്പം ആനകൾ അണിനിരക്കും. കഴിഞ്ഞ വർഷം സമാപന ദിവസം വരവു സംഘത്തിനൊപ്പമെത്തിയ ആന ജാറം മൈതാനിയിൽ വെച്ച് ഇടയുകയും ഒരാളെ തൂക്കിയെറിഞ്ഞ് കൊലപ്പെടുത്തുകയും ചെയ്തിരുന്നതിനാൽ ഇത്തവണ ആനകളുടെ ഉപയോഗത്തിന് കർശന നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. 3 ദിവസങ്ങളിലായി വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് 15 പെട്ടിവരവുകളാണ് ജാറത്തിലെത്തുക. ഹിന്ദു മുസ്ലിം ഐക്യത്തിന്റെ പ്രതീകമായി അറിയപ്പെടുന്ന നേർച്ച നാടിന് ആഘോഷം കൂടിയാണ്. എഡിറ്റർ ലൈവ്, തിരൂർ. ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ്. ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ്. ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ്. അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ്. ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ. വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.